ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏവർക്കും സ്വാഗതം. ISL ഫുട്ബോളിൻ്റെ ഓപ്പണിംഗ് മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 നമ്മൾ സച്ചിൻ, ഒമർ, സഹീബ്, ബെർട്ടോമോ, കോറോ, ഡാനിഷ്, നിഹാൽ, ബോർജസ്, ഐബൻ, എബിൻദാസ്, ബികാഷ് എന്നിങ്ങനെയായിരുന്നു. ബികാഷാണ് ക്യാപ്റ്റനായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വിദേശ താരങ്ങളെ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. മോഹൻ ബഗാൻ ആണെങ്കിൽ 4 വിദേശ താരങ്ങളെ കൊണ്ടും അതുമാത്രമല്ല ബമ്പം ടീമുമായിട്ട് തന്നെയാണ് അവരിറങ്ങിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുഞ്ഞിപ്പിള്ളേരെയും കൊണ്ട് വന്നിട്ട് ഇവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായി. കാരണം 2 വിദേശ താരങ്ങളും മറ്റേ ഇന്ത്യൻ പ്ലെയേഴ്സൊക്കെ ആണെങ്കിലും ഒരു കിടപിടിക്കുന്ന ഒരു പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ആകെ ഉണ്ടായിരുന്ന നമ്മുടെ കോറോ സിങ്ങിൻ്റെ ഒരു ത്രൂ പാസ് ബോക്സിലോട്ട് വന്ന് അത് മാത്രമായിരുന്നു, വേറെ ഒന്നും കണ്ടില്ല. നമ്മൾ പൊസഷനിലാണെങ്കിലും അതുപോലെ പാസിങ് എല്ലാത്തിലും നമ്മൾ ബാക്കിലാണ്. കാരണം 36% അങ്ങോട്ട് നമുക്ക് പൊസഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഷോട്ട് പോലും നമുക്കുണ്ടായിട്ടില്ല. എല്ലാത്തിനും നമ്മൾ പിന്നിലായിരുന്നു. ആകെ നമ്മൾ ഉണ്ടായിരുന്നത് ഫൗളുകളിൽ നമ്മൾ മുന്നിലായിരുന്നു മാത്രമാണ്. ആ ഇടയ്ക്കാണ് 36ാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ ഒരു ഗോള് സ്കോർ ചെയ്യുകയും അവിടെ നമ്മുടെ മക്ലയനാണ് ഗോൾ അടിച്ചത്. അത് ഒരു സെൻറ്ററിലൂടെ വന്നിട്ടുള്ള ഒരു ഗോളായിരുന്നു. കാരണം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസിൻ്റെ പ്രശ്നം തന്നെയാണ് മുഴച്ച് കാണിച്ചത്. അവരുടെ ടീം വർക്കിൻ്റെ ഗോളാട്ടോ അത്. മോഹൻ ബഗാൻ്റെ ടീം വർക്കിൻ്റെ നല്ല ഗോളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ എല്ലാവരും നല്ല അത്ര സ്ട്രെയിൻ ചെയ്തിട്ടല്ല അവർ കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഉള്ളവരൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിദേശ താരങ്ങൾ 4 പേരും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ആരും തന്നെ അങ്ങനെ എടുത്തു പറയേണ്ട പ്രകടനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒരു മാറ്റത്തോടെയാണ് വന്നത്. നമ്മുടെ ബോർജസിന് പകരം മർലോൺ 10ാം നമ്പർ ഒരു ചെറിയ ചെക്കനെ പോലെ കേട്ടോ കാണുമ്പോൾ തോന്നുന്നത് അവനുണ്ട് ഇറങ്ങി. അതിനുശേഷം കളിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ 58ാമത്തെ മിനിറ്റിൽ നിഹാലിന് പകരം കെവിൻ വന്നു. അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഉണർന്നത്. നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലൂടെയൊക്കെ ഉള്ള ഒരു പ്രകടനം, അങ്ങനെ ബോളും കൊണ്ട് പോകുന്നതൊക്കെ അവസാന ഒരു 10-15 മിനിറ്റിലാണ് നമ്മൾ നല്ലൊരു പ്രകടനം നമ്മുടെ ഭാഗത്തുണ്ട്. അന്നേരത്തേക്കും നമ്മളുടെ കയ്യിൽ നിന്ന് കളി പോയിരുന്നു. അവസാന 96ാമത്തെ മിനിറ്റിൽ അവർ 2ാമത്തെ ഗോൾ അടിച്ചു, വിജയവും അവർ കൊണ്ടുപോയി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുട്ടികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീമിനെ കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനങ്ങളെല്ലാം പുറത്തു വരണം. അത്ര ബോറ് കളിയെന്ന് ഞാൻ പറയില്ല, പക്ഷേ അവരുടെ ടീമിനെ വെച്ച് നോക്കുമ്പോൾ നല്ല കളി തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അത് പോരാ, നമുക്ക് വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മരണക്കളി കളിച്ചിരിക്കണം. അപ്പോൾ ചില ആൾക്കാരിൽ മാത്രം കുറച്ച് നല്ല പ്രകടനങ്ങൾ കണ്ടു. കാരണം കെവിൻ നല്ല പ്രകടനം, മർലോൺ, അങ്ങനെ 1-2 പേരുടെ ഒരു പ്രകടനങ്ങൾ, ഒരു മിന്നലാട്ടം മാത്രമാണ് നമ്മൾ ഈ കളിയിൽ ഇന്നത്തെ കളിയിൽ കണ്ടത്. അങ്ങനെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് 2-0 തോറ്റു. പിന്നെ താരങ്ങൾക്ക് മികച്ച പ്രകടനം നടത്തി തിരിച്ചു വരാൻ കഴിയട്ടെ, അവർ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.